ഒരു കർഷകന്റെ മകനായി ജനിച്ച് നമുക്കൊന്നും ഊഹിക്കാൻ സാധിക്കാത്തത്ര വലിയ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. 1901 ഹെൻറി ഫോർഡ് എന്ന വ്യക്തി തൻ്റെ അതേ പേരിൽ തന്നെ ഹെൻറി ഫോർഡ് എന്ന പേരിൽ തന്നെ ഒരു കാർ കമ്പനി സ്ഥാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്പോർട്സ് കാറുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ പണം മുടക്കി ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം പാസഞ്ചർ കാറുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും രണ്ടു പേരും തമ്മിൽ തെറ്റാണ്. ഹെൻറി ഫോർഡിന് ആ കമ്പനിയിൽ നിന്ന്, അതായത് തൻ്റെ പേരുണ്ടായിരുന്ന ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വരികയാണ്. പുതിയൊരു ചീഫ് എഞ്ചിനീയർ വരുന്നു, കമ്പനിയുടെ പേര് തന്നെ മാറ്റുന്നു. എന്നാൽ ഹെൻറി ഫോർഡ് തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി ആരുടെയും ആജ്ഞ കേൾക്കുന്ന രീതിയിൽ ജോലി ചെയ്യില്ല. 1903 ഫോർഡ് മോട്ടോഴ്സ് കമ്പനി എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു കമ്പനി സ്ഥാപിക്കുന്നു. പിന്നീട് അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും മിഡിൽ ക്ലാസിൻ്റെ കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എന്ന് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് എതിരെ നിന്ന കാർ കമ്പനിയിലെ തൊഴിലാളികളുടെ ജീവിതം പോലും മാറ്റിമറിച്ചതായിരുന്നു. എന്നാൽ എന്തായിരുന്നു ആ തീരുമാനങ്ങൾ? ആരായിരുന്നു ഹെൻറി ഫോർഡ്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫോർഡ് എന്ന നമുക്കെല്ലാവരും അറിയുന്ന ആ കമ്പനിയില്ലേ, ആ കമ്പനി സ്ഥാപിച്ച ഹെൻറി ഫോർഡിൻ്റെ യഥാർത്ഥ കഥയാണ്. ഇത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു കഥയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻറ്റിൽ എഴുതൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1863 ജൂലൈ മാസം 30 അമേരിക്കയിലെ മിഷിഗണിൽ വില്യം ഫോർഡിൻ്റെയും മേരി ഫോർഡിൻ്റെയും 6 മക്കളിൽ മൂത്തവനായിട്ടാണ് ഹെൻറി ഫോർഡ് ജനിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ജോലി കൃഷിയും ഫാം നടത്തിപ്പും ഒക്കെയായിരുന്നു. എന്നാൽ ഈ കുട്ടിക്ക് ഈ ഫാം നടത്തിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജീവിക്കണമല്ലോ, അതുകൊണ്ട് അച്ഛനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു കുട്ടിക്കാലത്ത് ഹെൻറി ഫോർഡ് ചെയ്തിരുന്നത്. പഠിക്കാനും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് 8ാം ക്ലാസ് ആവുമ്പോഴേക്കും പഠനം നിർത്തുകയാണ്. പഠനത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൺവെൻഷനലായിട്ടുള്ള പഠന രീതിയോടുള്ള താല്പര്യക്കുറവാണ്. സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഹെൻറി ഫോർഡ് എപ്പോഴും താല്പര്യപ്പെട്ടിരുന്നു. അതായത് ആ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന മെഷീൻസ് എല്ലാം ഇദ്ദേഹം അഴിച്ചു നോക്കുമായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമായിരുന്നു. ഒരുവിധം കുട്ടികൾക്കൊന്നും കണ്ടാൽ പോലും മനസ്സിലാവാത്ത സാധനങ്ങളെല്ലാം ഇദ്ദേഹം എടുത്ത് അഴിച്ച് അത് ശരിയായ രീതിയിൽ നന്നാക്കാൻ പോലും തയ്യാറായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹെൻറി ഫോർഡിന് ഒരു 12 വയസ്സുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിക്കോളാസ് ആൻഡ് ഷെപ്പാർട്ടിൻ്റെ ഒരു റോഡ് എഞ്ചിൻ ഇദ്ദേഹം കാണുകയാണ്. ഈ റോഡ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയാണ്. എന്നാൽ കുതിരവണ്ടികളെ മാത്രം അക്കാലഘട്ടത്തോളം കണ്ടിരുന്ന ഇദ്ദേഹത്തെ ഇത് വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. സ്റ്റീം എഞ്ചിനിലായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. അതായത് നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ. അന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചരിത്രമായിട്ടുള്ള എഞ്ചിനാണ്. ഇത് കണ്ട സമയത്ത് ഈ കുട്ടിക്ക് വല്ലാത്ത അത്ഭുതം ഉണ്ടാവുകയാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കണ്ട് മനസ്സിലാക്കാൻ ഈ കുട്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അച്ഛൻ ഒരു പോക്കറ്റ് വാച്ച് ഗിഫ്റ്റ് ചെയ്യാണ്. പോക്കറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസ്റ്റ് വാച്ച് അല്ല, പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള വാച്ചുകളാണ്. ഒരു പക്ഷെ കണ്ട ആളുകളുണ്ടാവും. ആ വാച്ച് കയ്യിൽ കിട്ടിയ സമയത്ത് ഈ കുട്ടി ആ വാച്ചിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടനാവുകയല്ല ചെയ്തത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ഈ വാച്ച് സ്വന്തം തന്നെ അഴിച്ച് വീണ്ടും ഫിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, കുറച്ച് ഗിയേഴ്സും കാര്യങ്ങളും ഉണ്ടാവും, കുറച്ച് ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം മാറ്റിവെച്ച് വീണ്ടും തിരിച്ച് അതുപോലെ കൊടുക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും സാധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല. വാച്ചൊക്കെ കേടായി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ കൊടുക്കാൻ ചിലവ് കൂടുതലായതുകൊണ്ട് പലരും അതിന് പോലും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഈ കുട്ടി ആദ്യ തവണ ഊരുന്ന സമയത്ത് തന്നെ കൃത്യമായി ഇതെല്ലാം തിരിച്ചു കുടുക്കി വീണ്ടും വാച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കുകയാണ്. ഇത് വലിയൊരു അത്ഭുതമായിട്ട് മാറുകയാണ്. ഹെൻറി ഫോർഡ് തൻ്റെ സഹോദരങ്ങളോടും കൂട്ടുകാരോടും കസിൻസിനോടുമെല്ലാം ഈ ഒരു വിവരം പറയുകയാണ്. ആദ്യ സമയത്ത് അധികം ആളുകളൊന്നും ഇത് വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പിന്നീട് ഇവരെ എല്ലാം വിളിച്ചു കൂട്ടിയിരുന്ന് അവരുടെ മുന്നിൽ വെച്ച് തൻ്റെ വാച്ച് അഴിച്ച് അതുപോലെ തിരിച്ചു കുടുക്കി വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഹെൻറി ഫോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഇവനെ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ ഈ കുട്ടികളുടെ കയ്യിലെല്ലാം വാച്ചുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇത് കൊടുത്ത് എൻ്റെ വാച്ചും ഇതുപോലെ ഒന്ന് കാണിച്ചു തരൂ എന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഹെൻറി ഫോർഡ് ചെയ്യാണ്. പതിയെ പതിയെ കുട്ടികളുടെ കയ്യിലാണല്ലോ, ഈ വാർത്ത എല്ലാവരിലേക്കും എത്തുകയാണ്. അയൽക്കാരെല്ലാം ഇത് കേട്ട് ഈ കുട്ടിയുടെ അടുത്തെത്തുകയാണ്, ഹെൻറി ഫോർഡിൻ്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കേടായ വാച്ചുകൾ കൊടുത്ത് ഹെൻറി ഫോർഡിനോട് നന്നാക്കാൻ വേണ്ടി പറയുകയാണ്. കൃത്യമായി തന്നെ ഇവൻ ആ വാച്ചുകൾ നന്നാക്കി കൊടുക്കുകയാണ്. ഈ വാച്ച് തുറന്ന് നന്നാക്കുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നും ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് ഹെൻറി ഫോർഡ് കണ്ടിരുന്നത്. കാരണം ഈ കുട്ടിക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ അന്നത്തെ സമയത്ത് വലിയ ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അയൽവാസികൾക്കൊന്നും ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലായിരുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, താൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിന് തനിക്ക് റിവാർഡ് കിട്ടുകയാണ്. അത് പണത്തിൻ്റെ രൂപത്തിലല്ല, മറിച്ച്
പ്രോത്സാഹനത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹെൻറി ഫോർഡ് മെഷീൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. എന്താണെങ്കിലും ഹെൻറി ഫോർഡിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഈ കുട്ടിക്ക് ഒരു 15 വയസ്സായ സമയത്ത് തൻ്റെ മെഷീനിലുള്ള അറിവ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് അച്ഛനെ ഫാമിൽ സഹായിക്കാൻ വേണ്ടി തന്നെ ആവട്ടെ എന്നാണ് ഈ കുട്ടി വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ കിട്ടിയ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് ഈ കുട്ടി ഒരു ട്രാക്ടർ ഉണ്ടാക്കുകയാണ്. സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ട്രാക്ടർ. അന്നത്തെ കാലഘട്ടങ്ങളിൽ വലിയ കമ്പനികൾ മാത്രം ഉണ്ടാക്കിയിരുന്ന ആ ഒരു സിസ്റ്റം ഈ കുട്ടി വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയാണ്, അതും അച്ഛനെ സഹായിക്കാൻ വേണ്ടി. എന്നാൽ സ്റ്റീം എഞ്ചിൻ ഇദ്ദേഹം തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അന്ന് ഇലക്ട്രിക് വയറുകൾക്ക് കുറച്ച് വില കൂടുതലായിരുന്നു. അതുകൂടാതെ ഈ കുട്ടി ഉദ്ദേശിക്കുന്ന ഭാരത്തിൽ ഇലക്ട്രിക് ബാറ്ററികൾ ലഭ്യമായിരുന്നില്ല. മറ്റൊരു കാര്യം നമുക്കറിയാം, ആ സമയത്ത് ഗ്യാസോലിൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ അത്ര വ്യാപകവുമായിരുന്നില്ല, അമേരിക്കയിലൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ആ സമയത്താണ് സ്റ്റീം എഞ്ചിനിൽ ഇങ്ങനെയൊരു ട്രാക്ടർ ഉണ്ടാക്കുന്നത്. എന്നാലും പൂർണ്ണമായി നല്ലൊരു ട്രാക്ടറൊന്നും അല്ലായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ധാരാളം പരിമിതികളുള്ള ഒരു ട്രാക്ടർ. ഏതാണ്ട് ആ സമയത്ത് മറ്റൊരു ദുരന്തം സംഭവിക്കുകയാണ്. ഹെൻറി ഫോർഡിൻ്റെ അമ്മ മരണപ്പെടുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് ഫാമിനോട് വലിയ രീതിയിൽ വെറുപ്പുണ്ടാവുകയാണ്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ഫാമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം ഒന്നുമില്ലാതെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീട് വിട്ട് പോകണം എന്ന ഒരു ചിന്തയാണ് ഹെൻറി ഫോർഡിൽ ഉണ്ടാകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ കുട്ടിക്ക് ഫാം ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി അവിടെ പ്രവർത്തിക്കാനുണ്ടായ പ്രധാന കാരണം അമ്മയോടുള്ള സ്നേഹമായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഹെൻറി ഫോർഡ് പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അച്ഛനോട് കാര്യം പറയുന്നു, ഞാൻ വീട് വിട്ട് ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയി മറ്റു ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് ഹെൻറി ഫോർഡ് അന്ന് വീട് വിട്ട് പുറത്തിറങ്ങുന്നു. ഈ കുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ആദ്യ സമയത്ത് ജോലി കിട്ടാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഒരു ജോലി ഈ കുട്ടിക്ക് കിട്ടുകയാണ്. 5-6 ദിവസം അവിടെ ജോലി ചെയ്യുമ്പോഴേക്കും എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് മനസ്സിലാക്കി അത് വിട്ടു പോവാണ്. അതിനുശേഷം ജെയിംസ് ഫ്ലവർ ആൻഡ് ബ്രദേഴ്സ് മെഷീൻ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഈ കുട്ടിക്ക് ജോലി കിട്ടുകയാണ്. ജോലി എന്ന് പറഞ്ഞാൽ അപ്രന്റീസ് ആണ്, വലിയ ശമ്പളമൊന്നുമില്ല. ഒരാഴ്ച വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ $2.60 കിട്ടും. $2.6 എന്ന് പറയാം. ഒരാഴ്ച അതാണ് കിട്ടുന്നത്. എന്നാൽ ആ തുകയ്ക്ക് വലിയൊരു പ്രശ്നമുണ്ട്. നിത്യജീവിതത്തിലെ ചിലവുകൾ പോലും ആ തുക കൊണ്ട് വഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും സമ്പന്നനാവാനോ സേവ് ചെയ്ത് വെക്കാനോ പറ്റില്ല. എങ്ങനെയെങ്കിലും വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിച്ച് ഒരാഴ്ച തള്ളി നീക്കാൻ പറ്റും. എങ്കിലും നമുക്കറിയാം, അപ്രന്റീസ് ആയിട്ടാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ഭാവിയിൽ ശമ്പള വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കുട്ടി ആ സമയത്ത് ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എനിക്ക് നന്നായിട്ട് വാച്ച് നന്നാക്കാൻ അറിയാമല്ലോ, ഞാൻ ചെറുപ്പത്തിൽ അയൽക്കാർക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു പാസീവ് ഇൻകമായി ജോലി കഴിഞ്ഞുള്ള സമയത്ത് എനിക്ക് എന്തുകൊണ്ട് വാച്ച് നന്നാക്കി കൊടുത്തുകൂടാ? ഈ കാര്യം ഈ കുട്ടി ഏറ്റെടുത്ത് ചെയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നന്നാക്കാൻ വേണ്ടി ധാരാളം വാച്ചുകൾ കിട്ടുകയാണ്. വാച്ചുകൾ നല്ല രീതിയിൽ നന്നാക്കി കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്നത് രാത്രി കാലഘട്ടങ്ങളിലാണ്. ഏതാണ്ട് 6 മണിക്കൂറോളം ജോലി കഴിഞ്ഞുള്ള മറ്റ് സമയങ്ങളിൽ ഈ പാസീവ് ഇൻകത്തിന് വേണ്ടി ഇദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. ഉറക്കം പോലും വളരെ കുറവായിരുന്നു. എന്നാൽ ഇങ്ങനെ ജോലി ചെയ്തതുകൊണ്ട് ഒരാഴ്ചയിൽ ഏതാണ്ട് $3 ഈ കുട്ടി ഉണ്ടാക്കിയിരുന്നു. $2.6 മാത്രമാണ് ശരിക്കുള്ള ജോലി ചെയ്താൽ കിട്ടിയിരുന്നത്. അതേസമയം പാസീവ് ഇൻകമായിട്ട് $3 ഈ കുട്ടിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത സമയത്ത് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുകയാണ്. കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കഴിവ് കൂടില്ലല്ലോ, ബുദ്ധി വളരുകയില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റും. അതേസമയം തന്നെ മറ്റ് കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രധാന ജോലി ചെയ്യുന്ന സമയത്തും പാസീവ് ഇൻകത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്തും ഇദ്ദേഹം നിരവധി സമയം കണ്ടെത്തി ആ സമയത്ത് തൻ്റെ കഴിവുകളെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് പഠിക്കുകയാണ്. പ്രധാനമായിട്ടും പഠിക്കുന്നത് മെഷീനുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചായിരുന്നു. ഏതാണ്ട് 4 വർഷത്തോളം ഇത്തരത്തിൽ ജോലി തുടരുന്നുണ്ട്. 19 വയസ്സായ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവാമെന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. അച്ഛനെയൊക്കെ കാണണം, കുറച്ച് സേവിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സഹോദരങ്ങളെ കാണേണ്ടതാണ്. അങ്ങനെ എന്തായാലും ഹെൻറി ഫോർഡ് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അച്ഛനെ കാണുന്നു. അച്ഛൻ്റെ ഫാമിൽ കുറച്ച് അച്ഛനെ സഹായിക്കണം എന്ന മനസ്സോടെ തന്നെയാണ് പോകുന്നത്. ആ സമയത്ത് അച്ഛന് പുതിയൊരു ട്രാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. ആ സമയത്ത് ഹെൻറി ഫോർഡിന് മെഷീനെ കുറിച്ചെല്ലാം നല്ല അറിവുണ്ട്. 15-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് സ്റ്റീം എഞ്ചിൻ ഉണ്ടാക്കിയ ആളുകൂടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വളരെ പെട്ടെന്ന് ഈ കുട്ടി പഠിച്ച് പറമ്പിലെല്ലാം, അതായത് പാടത്തെല്ലാം ഇത് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അയൽവാസികളായിട്ടുള്ള ആളുകളും മറ്റ് കർഷകരുമെല്ലാം ഈ കാര്യം കാണുകയാണ്. അന്നത്തെ സമയത്ത് അധികം ആർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഒരു 19-കാരൻ ഇത് പഠിച്ചെടുത്തിരിക്കുന്നു. അവരും അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഈ കുട്ടിയെ വിളിക്കുകയാണ്.
19കാരൻ ചെല്ലുന്നത് വെറുതെയല്ല, പണം കൃത്യമായി തന്നെ മേടിച്ചിരുന്നു. എങ്കിലും താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഇദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് കർഷകരും ഇത് ഒപ്റ്റ് ചെയ്യാണ്. എന്താണെങ്കിലും ഈ വാർത്ത ആ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ധാരാളം ആളുകളിലേക്ക് ഈ വാർത്ത എങ്ങനെ എത്തുകയാണ്. ഇന്നയാളുടെ മകൻ ഇത്തരത്തിൽ ട്രാക്ടർ അതിവിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട്, വളരെ മിടുക്കനാണ്. ഈ വാർത്തയാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പരന്നത്. ഈ സംഭവങ്ങൾ എന്തായാലും വെസ്റ്റിംഗ് ഹൗസ് എഞ്ചിൻ കമ്പനി ഓഫ് ന്യൂയോർക്കിന്റെ ചെവിയിൽ എത്തുകയാണ്. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഒരാളെ ട്രാക്ടർ ഓടിക്കാനും നന്നാക്കാനും ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഈ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം അറിയാം. ഇവനെ ജോലിക്ക് എടുത്താൽ കമ്പനിക്ക് നല്ലതായിരിക്കും. ഇവരും ഇതുപോലെ ട്രാക്ടർ എല്ലാം ഉണ്ടാക്കി എഞ്ചിനെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കമ്പനിയാണ്. കർഷകരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്, അവർക്ക് എന്തെങ്കിലും സർവീസിൻ്റെ ആവശ്യം വന്നാൽ അവിടെ പോയി നന്നാക്കി കൊടുക്കേണ്ടതുണ്ട്, പാർട്സ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളിലെല്ലാം കർഷകർക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ നേരിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ലതാവില്ലേ? വെസ്റ്റിംഗ് ഹൗസ് കമ്പനി എന്തായാലും ഇദ്ദേഹത്തെ ഹയർ ചെയ്യാണ്. താരതമ്യേന കുഴപ്പമില്ലാത്ത ശമ്പളമായിരുന്നു. അത് കൂടാതെ ഈ കമ്പനിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും എഞ്ചിനുകളുടെ പ്രവർത്തനം കൂടുതൽ അടുത്തറിയാനും ഹെൻറി ഫോർഡിന് അവസരം ലഭിക്കുകയാണ്. ഹെൻറി ഫോർഡ് എന്തായാലും നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമെല്ലാം മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി അവിടെ കുഴപ്പമില്ലാത്ത ജീവിതം ജീവിച്ചു വരികയാണ്. ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഹെൻറി ഫോർഡിൻ്റെ കയ്യിൽ ഒരു ബ്രിട്ടീഷ് മാഗസിൻ തടയുകയാണ്. ഇദ്ദേഹത്തിന് എപ്പോഴും എഞ്ചിനുകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാഗസിനിൽ കണ്ട ഒരു ടെക് വാർത്ത ഇദ്ദേഹം വായിക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, യൂറോപ്പിൽ ഇപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്യാസ് എഞ്ചിനുകൾ, പെട്രോളിലും എത്തിലീനിലും ബെൻസീനിലും എല്ലാം പ്രവർത്തിക്കുന്ന പല തരത്തിലുള്ള എഞ്ചിനുകൾ ഇപ്പോൾ യൂറോപ്പിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച സമയത്ത് ഹെൻറി ഫോർഡിന് ഒരു കാര്യം മനസ്സിലായി. നമുക്കറിയാം, സ്റ്റീം എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ വെള്ളം നീരാവിയായിട്ട് വരണം, അത് ടർബൈൻ കറക്കണം, അതിന് വെള്ളം തിളയ്ക്കേണ്ട സമയം ആവശ്യമാണ്, വളരെ പെട്ടെന്ന് വെള്ളം ചൂടാവുന്നതല്ല. എന്നാൽ ഗ്യാസ് വളരെ പെട്ടെന്ന് ചൂടാവുന്നതാണ്, വളരെ പെട്ടെന്ന് എനർജി നൽകുന്നതാണ്. അതുകൊണ്ട് ഇതിന് എഫിഷ്യൻസി കൂടുതലാണ്, വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റും, താരതമ്യേന ചിലവ് കുറവാണ്, മെയിൻ്റനൻസും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഭാവി ഗ്യാസ് എഞ്ചിനാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് എഞ്ചിനുമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട്. അമേരിക്കയിൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാവരോടും ഇദ്ദേഹം ചോദിക്കുകയാണ്, ഒരു ഗ്യാസ് എഞ്ചിൻ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ഇദ്ദേഹം ഒരാളെ കണ്ടെത്തുകയാണ്. ആ ഗ്യാസ് എഞ്ചിൻ പോയി കണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹം ഒരു ശ്രമം നടത്തി. എന്നാൽ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം അതിൻ്റെ ടെക്നോളജികൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 1891 ഡിട്രോയിറ്റിലെ എഡിസൺ ഇല്ലുമിനേറ്റിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇദ്ദേഹം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. എഡിസന്റെ കമ്പനിയാണ്, നമുക്കറിയാം. അന്നത്തെ കാലഘട്ടങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജികൾ എന്താണെങ്കിലും ആ കമ്പനിയിൽ ഉണ്ടാവും. നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങൾ ആ ലാബുകളിൽ നടക്കാനും സാധ്യതയുണ്ട്. ഇദ്ദേഹം ആ കമ്പനിയിൽ കയറിയെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുമുണ്ട്. 1893 ആയപ്പോഴേക്കും, അതായത് നിസ്സാരമായിട്ടുള്ള 2 വർഷം കൊണ്ട് ആ കമ്പനിയിലെ ചീഫ് എഞ്ചിനീയറായിട്ട് ഇദ്ദേഹം മാറുകയാണ്. ഒരു കമ്പനിയിലെ ചീഫ് എഞ്ചിനീയറായിട്ട് മാറിയിരിക്കുന്നു. താരതമ്യേന ശമ്പളം കൂടുതലാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക് കമ്പനികളിൽ ഒന്ന് തന്നെയായിരുന്നു എഡിസന്റെ കമ്പനി. സാധാരണ തൊഴിലാളികളെ വെച്ച് നോക്കുന്ന സമയത്ത് ചീഫ് എഞ്ചിനീയേഴ്സിന് ധാരാളം സമയം ഉണ്ടായിരുന്നു. കാരണം തൊഴിലാളികളെ പോലെ കഠിനമായിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. തലച്ചോറ് ഉപയോഗിച്ച് വളരെ കുറച്ച് സമയം ജോലി ചെയ്താൽ മാത്രം മതി. സമയവും പണവും കയ്യിൽ വന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഗ്യാസ് എഞ്ചിൻ ഉണ്ടാക്കിയാൽ എന്താണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഗ്യാസ് എഞ്ചിൻ ഡിസൈൻ ചെയ്ത് അന്ന് ഹെൻറി ഫോർഡ് ഒരു എഞ്ചിൻ ഉണ്ടാക്കുകയാണ്. ഇത് എവിടെയെങ്കിലും ഘടിപ്പിക്കണമല്ലോ. ഇദ്ദേഹം ചെയ്തത് രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 2 സൈക്കിളുകൾ ചേർത്ത് വെച്ച് ഇദ്ദേഹം അതിൽ എഞ്ചിൻ ഘടിപ്പിച്ച് ഒരു ക്വാട്രി സൈക്കിൾ ഉണ്ടാക്കുകയാണ്. 4 ടയറുകളുള്ള കാറ് പോലെ ഇരിക്കുന്ന, എന്നാൽ 2 സൈക്കിളുകൾ ചേർത്ത് വെച്ച ഒരു വാഹനം. ഈ വാഹനത്തിന് പരിമിതികൾ ധാരാളം ഉണ്ടായിരുന്നു. ഗ്യാസ് എഞ്ചിനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇതിന് 2 ഗിയറുകൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൂടാതെ എഞ്ചിൻ പെട്ടെന്ന് ഹീറ്റ് ആവുമായിരുന്നു. ഒരു കൂളിംഗ് സംവിധാനമില്ലായിരുന്നു. എന്നാൽ ചീഫ് എഞ്ചിനീയർ ആണ്, തൻ്റെ കയ്യിൽ വലിയ കുഴപ്പമില്ലാത്ത പണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കൂളിംഗ് സിസ്റ്റം ഇതിന് ഘടിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തൻ്റെ എഞ്ചിനെ കൂടുതൽ മികവുറ്റതാക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അന്ന് ഒരു പണക്കാരന് $200 ഈ ക്വാട്രി സൈക്കിൾ ഇദ്ദേഹം വിൽപ്പന നടത്തുകയാണ്. ഇന്ന് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കിയാലും നമുക്കറിയാം, ഈ ക്വാട്രി സൈക്കിൾ വാഹനങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇന്നും അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഫോർഡിൻ്റെ വെബ്സൈറ്റിലെല്ലാം ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട്. പിന്നീട് താൻ കണ്ടുപിടിച്ച എഞ്ചിനെ കൂടുതൽ മികവുറ്റതാക്കണമെങ്കിൽ ആരുമായി ചേർന്ന് പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും? നമുക്കറിയാം, ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് പോലെ പരീക്ഷണങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന എഡിസണുമായിട്ട് കൈകോർക്കണം. ആ സമയത്ത് ഇദ്ദേഹം എഡിസണുമായിട്ട് കൈകോർത്ത് കുറച്ച് കാലങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും 1899
എഡിസണുമായി പിരിഞ്ഞ് സ്വന്തമായിട്ട് ഒരു കമ്പനി ഇടുകയാണ്. ആ കമ്പനിയുടെ പേരായിരുന്നു ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി. കാറുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യം. വളരെയധികം കഷ്ടപ്പെട്ട് ഒരു എഞ്ചിൻ ഉണ്ടാക്കി. എന്നാൽ കമ്പനി തുടങ്ങിയത് ചാടി കയറി തന്നെയായിരുന്നു. എങ്ങനെ ഇത് വിപണനം നടത്തണമെന്നോ എങ്ങനെ ഇതൊരു ബിസിനസ് സക്സസ് ആവുമെന്നോ യാതൊരു ധാരണയും ഇദ്ദേഹത്തിനില്ലായിരുന്നു. കാറുകൾ എന്തായാലും നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ്. എഞ്ചിൻ നിർമ്മിക്കാൻ ആവശ്യമായതും കാർ നിർമ്മിക്കാൻ ആവശ്യമായതുമായ സാധനങ്ങളെല്ലാം പുറത്തു നിന്ന് ഓർഡർ ചെയ്യുകയാണ്. മറ്റ് കമ്പനികളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ലോ പ്രോസസ്സായിരുന്നു. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വില കൂട്ടാനും മറ്റ് കമ്പനികൾ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വില കൂടിയ ഒരുപാട് സമയമെടുക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് തൻ്റെ അറിവ് വെച്ച് കാറുകൾ നിർമ്മിക്കുകയാണ്. കാറിന് പൊതുവെ ക്വാളിറ്റി കുറവായിരുന്നു, വില നല്ല കൂടുതലുമായിരുന്നു. ഒരു ഉൽപ്പന്ന മാർക്കറ്റിലെത്തുമ്പോൾ ക്വാളിറ്റി കുറവ്, വില കൂടുതൽ, എന്താണ് സംഭവിക്കുക? ആ കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരും. അതേ കാര്യം തന്നെ സംഭവിക്കുകയാണ്. പക്ഷേ തൻ്റെ കമ്പനി അടച്ചു പൂട്ടിയെങ്കിലും ആ കാർ കമ്പനിയിൽ നിന്ന് ഇദ്ദേഹം ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ ധാരാളം റേസിംഗ് കാറുകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അമേരിക്കക്കാർക്ക് റേസിങ്ങിനോട് നല്ല കമ്പം തോന്നി വരുന്ന ഒരു സമയമാണ്. റേസിംഗ് കാറുകൾ നിർമ്മിച്ചാൽ നല്ലതാവുമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആദ്യ പടിയായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ തപ്പി നടക്കുകയാണ്. ധാരാളം ആളുകളോട് പോയി സംസാരിക്കുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു, തൻ്റെ എഞ്ചിൻ്റെ മേന്മകൾ പറയുന്നു, ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ പറയുന്നു. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇദ്ദേഹത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാര്യം വേറെയൊന്നുമല്ല, 2 വർഷം കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി പൂട്ടി കിട്ടിയ ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിച്ച് എങ്ങനെയാണ് സ്വന്തം പണം ഇൻവെസ്റ്റ് ചെയ്യുക? ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്നാൽ കുറച്ചു കാലം ഇൻവെസ്റ്റേഴ്സിനെ തപ്പി നടന്ന സമയത്ത് ഹെറോൾഡ് വിൽസൺ ഒരാൾ പണം മുടക്കാൻ തയ്യാറാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പണം മേടിച്ച് ഇവരൊരു കാർ ഉണ്ടാക്കുകയാണ്. നല്ല രീതിയിൽ ഒരു സ്പോർട്സ് കാർ ഉണ്ടാക്കുന്നു. അത് റേസ് ചെയ്ത് കാണിക്കുന്നു. ഒരാൾക്ക് പുതിയതായിട്ടൊരു കാർ ഉണ്ടാക്കി വെറുതെ റേസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് സ്പോർട്സ് കാർ. അത്രയും മികച്ച എഞ്ചിനായിരിക്കണം. നല്ല രീതിയിൽ ഈ സ്പോർട്സ് കാർ റേസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഞ്ചിനിൽ ധാരാളം ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം വരികയാണ്. അവരുടെ കുത്തൊഴുക്കുണ്ടായി എന്ന് തന്നെ പറയാം. വേണ്ടതിലധികം ഇൻവെസ്റ്റേഴ്സിന് ഹെൻറി ഫോർഡിന് ലഭിച്ചു എന്ന് മാത്രമല്ല, ഹെൻറി ഫോർഡ് എന്ന പേരിൽ തന്നെ 1901 ഒരു കമ്പനിയും ജനിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളുകൾക്ക് നല്ല ബിസിനസ് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവരുടെ പണമാണ്, അത് ഇരട്ടിക്കേണ്ടതാണ്, നല്ല രീതിയിൽ റിട്ടേൺ തരേണ്ടതാണ്. അതുകൊണ്ട് അവർ ഹെൻറി ഫോർഡിനോട് ഒരു കാര്യം പറയാണ്. ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരൊക്കെ നല്ലത് തന്നെ, എങ്കിലും നിക്ഷേപകരായ ഞങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകണം. കാരണം ഷെയർ ഹോൾഡേഴ്സ് കൂടുതലും ഈ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ. അവർ പറഞ്ഞത് പാസഞ്ചേഴ്സ് കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, സ്പോർട്സ് കാർ എത്ര പേര് മേടിക്കും? സാധാരണ രീതിയിൽ മിഡിൽ ക്ലാസ്സിനൊക്കെ ആവശ്യമായ, പണക്കാർക്ക് ആവശ്യമായ കാറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് ധാരാളം വിൽക്കുകയാണെങ്കിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലോ. എന്നാൽ ഹെൻറി ഫോർഡ് ഇതിന് തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാഷൻ സ്പോർട്സ് കാറുകൾ ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഷെയറുകളുള്ള ഇൻവെസ്റ്റേഴ്സും ഈ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയർ ആയ ഹെൻറി ഫോർഡും തമ്മിൽ പിരിയാണ്. ഹെൻറി ഫോർഡിനെ പുറത്താക്കി ഹെൻറി ലേലാൻഡ് എന്ന് പേരുണ്ടായിരുന്ന ഒരു ചീഫ് എഞ്ചിനീയറെ നിയമിക്കാനാണ് അന്ന് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹെൻറി ഫോർഡ് സ്ഥാപിച്ച ഹെൻറി ഫോർഡ് എന്ന് പേരുണ്ടായിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ഹെൻറി ലേലാൻഡ് എന്ന് പേരുണ്ടായിരുന്ന മറ്റൊരു ചീഫ് എഞ്ചിനീയറെ നിയമിക്കുകയാണ്. അതിനുശേഷം ഹെൻറി ഫോർഡ് എന്ന കമ്പനിയുടെ പേര് പോലും മാറ്റി കാഡിലാക്ക് എന്നാക്കി മാറ്റുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന്, ഇൻവെസ്റ്റേഴ്സ് ചേർന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതെൻ്റെ അറിവാണ്. ഞാൻ ഇത്രയും കാലം കൊണ്ട് ആർജിച്ചെടുത്ത എഞ്ചിൻ ഉണ്ടാക്കാനുള്ള വൈദഗ്ധ്യമാണ്. ഞാനാണ് ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനെ കൂടുതൽ നല്ലതാക്കാനും ഇനിയും വിപണിയിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ തൻ്റെ കഴിവിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഏത് കമ്പനി ഉണ്ടാക്കിയാലും ആരുടെയും ആജ്ഞ കേട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല. ഇപ്പോഴും ആജ്ഞ കേൾക്കായിട്ടാണ് എന്നെ പുറത്താക്കിയത്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇനി ആജ്ഞ കേൾക്കുന്ന രീതിയിൽ പോലും താൻ പ്രവർത്തിക്കില്ല. തൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച്, തൻ്റെ അറിവിനനുസരിച്ച് മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുക. ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ച് ടോം കൂപ്പർ എന്ന ഒരു റേസിംഗ് സൈക്ലിസ്റ്റിനെ ഇദ്ദേഹം പോയി കാണുകയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു കാറ് നിർമ്മിക്കാൻ തയ്യാറെടുത്തു. 999 അല്ലെങ്കിൽ 999 എന്ന് പേരുണ്ടായിരുന്ന ഒരു റേസിംഗ് കാർ ഇവർ ഉണ്ടാക്കുകയാണ്. 1902 അതായത് തൊട്ടടുത്ത വർഷം തന്നെ നടന്ന ഒരു റേസിംഗ് മത്സരത്തിൽ ഈ കാർ വിജയിയായിട്ട് മാറുകയാണ്. എന്താണ് സംഭവിക്കുക? മറ്റു പ്രമുഖ കമ്പനികളുടെ കാറുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു റേസിംഗ് മത്സരത്തിൽ ഒരു പുതിയ കാർ കമ്പനി വിജയിച്ചിരിക്കുകയാണ്. കമ്പനി എന്ന് പോലും പറയാൻ പറ്റില്ല, പുതിയൊരു കാർ വിജയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിക്ക് വേണ്ടി വരും. അങ്ങനെ 1903 ഹെൻറി ഫോർഡിന്റെ നേതൃത്വത്തിൽ
ഫോർഡ് മോട്ടോർ കമ്പനി എന്നൊരു കമ്പനി പിറക്കുകയാണ്. അന്ന് അതിന് മുതലായിട്ടുണ്ടായിരുന്നത് $28,000 ആയിരുന്നു. കമ്പനിയൊക്കെ തുടങ്ങി ശരി തന്നെ, ഇതിനു മുൻപും താനിത് ചെയ്തിട്ടുള്ളതാണ്, പരാജയപ്പെട്ടതുമാണ്. ഇത്തവണ അത് സംഭവിക്കരുത്. മുൻപുണ്ടായിരുന്ന പരാജയത്തിൻ്റെ പ്രധാന കാരണം ഈ വണ്ടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം മറ്റ് കമ്പനികളിൽ നിന്നും ഓർഡർ ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വിലയും കൂടി അതൊരു സ്ലോ പ്രോസസ്സായിട്ട് മാറി. അത് മാറണമെങ്കിൽ ഈ കോമ്പണൻസ് എല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഫാക്ടറികളും ഉണ്ടാവുന്നു. 1904 ആവുമ്പോഴേക്കും 300 തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയാക്കി ഇതിനെ മാറ്റാൻ ഹെൻറി ഫോർഡിന് സാധിക്കുന്നുണ്ട്. പിന്നീട് 1903 മുതൽ 1908 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി മോഡൽ കാറുകൾ ഈ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. മോഡൽ A, B, C, F, R, K, അതുപോലെ RS തുടങ്ങിയ മോഡലുകളെല്ലാം വിപണിയിലേക്ക് എത്തുകയാണ്. സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാറുകളെല്ലാം വിറ്റുപോവുകയും ചെയ്യുന്നു. എന്നാൽ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഒരു തലവര മാറ്റിമറിച്ചത് മോഡൽ T എന്നൊരു പുതിയ കാറായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാസഞ്ചർ കാറാണ് മോഡൽ T എന്ന പേരിൽ പുറത്തിറങ്ങുന്നത്. സാധാരണക്കാർക്കിടയിൽ കാർ ഒരു സ്വപ്നമായി നിലനിന്ന സമയത്ത് ഏതാണ്ട് $800, സാമാന്യം കുഴപ്പമില്ലാത്ത പണമുള്ള ആളുകൾക്ക് അത് മേടിക്കാൻ പറ്റുള്ളൂ. എങ്കിലും അതിസമ്പന്നരിൽ നിന്ന് സാധാരണ മിഡിൽ ക്ലാസ്സുകളിലേക്ക് കാറുകൾ എത്താൻ തുടങ്ങിയത് ഈ മോഡൽ ടിയോട് കൂടിയായിരുന്നു. 1914 ആയപ്പോഴേക്കും അമേരിക്കയിലെ മറ്റെല്ലാ കാർ കമ്പനികളും ഒന്നിച്ചുണ്ടാക്കുന്ന കാറുകളുടെ അത്രയും എണ്ണം തന്നെ ഈ ഫോർഡ് മോട്ടോർ കമ്പനി ഒറ്റയ്ക്ക് നിർമ്മിച്ചതും ചരിത്രം തന്നെയാണ്. എന്നാൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ മോഡൽ ടി വിപണിയിൽ ഹിറ്റായിട്ട് 6, 7, 8 വർഷമൊക്കെയായി. ഇപ്പോഴും ആളുകൾക്ക് ഇത് വേണം. പക്ഷെ തൊഴിലാളികളെ സംബന്ധിച്ച് ഇവരധികവും ഉണ്ടാക്കുന്നത് ഒരേ മോഡൽ കാർ തന്നെയാണ്, ഒരേ ജോലി തന്നെയാണ്. അതുകൊണ്ട് ഇവർക്കൊരു മടുപ്പ് വരികയാണ്. എന്നാൽ വില കൂട്ടി തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ ശമ്പളം റിവാർഡാണല്ലോ, പണം റിവാർഡായിട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ ഹെൻറി ഫോർഡ് അന്ന് ചെയ്തത് കാറിൻ്റെ വില പരമാവധി കുറയ്ക്കാനുള്ള ശ്രമമായിരുന്നു. കൂടുതൽ കാറുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്ക് ലാഭം ഉണ്ടാവും. ആ ലാഭം ഉപയോഗിച്ച് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മോഡൽ ടിയെ എങ്ങനെ മാറ്റാം എന്നാണ് ഇദ്ദേഹം ചിന്തിച്ചത്. അതേസമയം കൂടുതൽ കാർ വിറ്റ ലാഭം ഈ കാറിൻ്റെ വില കുറയ്ക്കുക എന്നതിലുപരി തൊഴിലാളികളുടെ ശമ്പളം കൂട്ടാനും ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. തൊഴിലാളികളുടെ ശമ്പളം കൂട്ടിയത് ചെറിയ അളവിലൊന്നും അല്ലായിരുന്നു, ശമ്പളം നേരെ ഡബിൾ ആക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഫോർഡ് മോട്ടോർ കമ്പനിയിലെ തൊഴിലാളികളുടെ ശമ്പളം ഇരട്ടിയാക്കുന്നു എന്ന വാർത്ത മറ്റ് കാർ കമ്പനികൾ സന്തോഷത്തോടെയാണ് കണ്ടത്. കാരണം ഈ കമ്പനി പൂട്ടാൻ പോവുകയാണ്. ഇത്രയും തുകയൊന്നും ചിലവാക്കിയാൽ ഒരു കമ്പനിക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് മുടക്കുമുതൽ തിരിച്ചു കിട്ടാൻ കുറച്ചധിക കാലം എടുക്കും. അതുപോലെ കമ്പനിയുടെ ലാഭം കുത്തനെ കുറയുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ കാറിൻ്റെ വില നല്ല രീതിയിൽ കൂടുന്നതാണ്. എന്നാൽ അവരെ ഞെട്ടിച്ച പല കാര്യങ്ങളുമാണ് പിന്നീട് നടന്നത്. ഇവരുടെ കാർ കമ്പനിയിലുള്ള മികച്ച തൊഴിലാളികളും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തു നിന്നുള്ള മികച്ച കാർ നിർമ്മാണ തൊഴിലാളികളും ഫോർഡ് മോട്ടോർ കമ്പനിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് തന്നെ മികച്ച തൊഴിലാളികളെ സെലക്ട് ചെയ്ത് വീണ്ടും ഫാക്ടറികളുടെ എണ്ണം കൂട്ടാൻ ഇവർക്ക് സാധിക്കുകയാണ്. ഞങ്ങൾ ജോലി വിട്ട് പോവും എന്നാണ് മറ്റ് കാർ കമ്പനിയിലെ തൊഴിലാളികൾ പിന്നീട് കാർ മുതലാളിമാരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തോളം നല്ല രീതിയിൽ തൊഴിലാളികളെ പിഴിഞ്ഞ് ജോലി ചെയ്യിച്ചു കൊണ്ടിരുന്ന മുതലാളിമാർക്ക് അവരുടെ ശമ്പളം കൂട്ടേണ്ട അവസ്ഥയും വന്നു ചേരുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഹെൻറി ഫോർഡിൻ്റെ വിപ്ലവകരമായ ഒറ്റ തീരുമാനം കൊണ്ട് കാർ തൊഴിലാളികളുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയുകയാണ്. ഹെൻറി ഫോർഡിൻ്റെ കാറുകൾ വലിയ രീതിയിൽ വിൽപ്പന നടത്തപ്പെടുന്നുണ്ട്. അതുകൂടാതെ തൊഴിലാളികളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ്. ഇനി എങ്ങനെ തൊഴിലാളികളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും? ഇദ്ദേഹം മറ്റൊരു തീരുമാനം കൂടി എടുക്കുകയാണ്. അതായിരുന്നു 3 ഷിഫ്റ്റുകളാക്കി ഫാക്ടറിയിലെ പ്രവർത്തനങ്ങൾ മാറ്റുക എന്നുള്ളത്. 8 മണിക്കൂറാണല്ലോ ജോലി സമയം. 3 മണിക്കൂറായിട്ട് ഷിഫ്റ്റുകളെ മാറ്റിയാൽ എന്താണ് സംഭവിക്കുക? 24 മണിക്കൂറും ഫാക്ടറികൾ പ്രവർത്തിക്കും. കാറ് ബുക്ക് ചെയ്യുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് മറ്റേത് കമ്പനി നൽകുന്നതിലും വേഗതയിൽ കാറ് നൽകാൻ ഫോർഡിന് സാധിക്കുന്നതാണ്. മറ്റ് കമ്പനിയിൽ ബുക്ക് ചെയ്താൽ ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്തിട്ടേ കാറ് കിട്ടുള്ളൂ. അതേസമയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ്. അതും ലോകത്തിലെ ഏറ്റവും മികച്ച തൊഴിലാളികളാൽ പ്രവർത്തിക്കപ്പെടുന്ന ഫാക്ടറികളാണ് ഫോർഡിനുള്ളത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഹെൻറി ഫോർഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു, മികച്ച ക്വാളിറ്റി ആയിരിക്കണം കാറുകൾക്ക് ഉണ്ടാവേണ്ടത്. അത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മിഡിൽ ക്ലാസ്സിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഈ കാർ ഉണ്ടാക്കുന്ന തൊഴിലാളികൾക്ക് പരമാവധി ശമ്പളം കൊടുക്കാൻ ഫോർഡിന് സാധിക്കണം. ഈ 3 കാര്യങ്ങളും ഒന്നിച്ച് നടപ്പിലാക്കിയാൽ എല്ലാവർക്കും ലാഭമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആ രീതിയിൽ അദ്ദേഹം കാർ കമ്പനിയെ വളർത്തുന്നു. ഈ ഒരു സമയമാവുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മകനും ഈ കാർ കമ്പനിയിൽ പ്രവേശിച്ച് ചീഫ് എഞ്ചിനീയർ ആയിട്ടെല്ലാം
ജോലി നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഹെൻറി ഫോർഡിന് കുറച്ച് പ്രായമായിട്ട് വരികയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിജയിച്ച ഒരു ചിന്തയുമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പണ്ട് ജീവിതത്തിൽ പഠിച്ചൊരു പാഠമുണ്ട്, ആരുടെയും ആജ്ഞ ഞാൻ കേൾക്കുന്നതല്ല. എന്നാൽ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ യുവതലമുറയ്ക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് പ്രായം കൂടിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഹെൻറി ഫോർഡിനോട് മകൻ പറയുന്നുണ്ട്, കാറിൻ്റെ രീതികളെല്ലാം മാറി മാറി വരികയാണ്. ലക്ഷറി കാറുകളാണ് ഇപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് യാത്രാ സുഖം കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് നമ്മുടെ കാറുകൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാനുള്ള സാധ്യത ഏറെയാണ്. മോഡൽ ടി മാറ്റണം, കൂടുതൽ ലക്ഷറി കാറുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കണം. ആദ്യ സമയത്ത് ഹെൻറി ഫോർഡിൻ്റെ മനസ്സിൽ ആര് പറയുന്നതും കേൾക്കില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. 1921 പക്ഷേ മാർക്കറ്റിൽ ഇത് പ്രതിഫലിക്കുകയാണ്. അതായത് ഹെൻറി ഫോർഡിൻ്റെ ഫോർഡ് മോട്ടോഴ്സിൻ്റെ വിൽപ്പന കുത്തനിടിയാണ്. ഈ സമയത്ത് അദ്ദേഹം സത്യം തിരിച്ചറിയുന്നു. ഇനി നല്ല കാറുകൾ, അതായത് ലക്ഷറി കാറുകൾ, കാറിൻ്റെ എഞ്ചിൻ ആർക്കും പരാതിയൊന്നുമില്ല, പക്ഷേ യാത്രാസുഖം കൂടുതലുള്ള ലക്ഷറി കാറുകൾ വിപണിയിലേക്ക് എത്തിക്കണം. അങ്ങനെ ആദ്യ സമയത്ത് ഇറക്കിയിരുന്ന മോഡൽ എ എന്ന പേരിട്ട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കൂടുതൽ ലക്ഷറി സൗകര്യങ്ങളുള്ള മോഡൽ എ കാറുകൾ വിപണിയിലേക്ക് എത്തുകയാണ്. ഇത് വിപണിയിലേക്ക് എത്തുന്നതോടുകൂടി ഈ കുത്തനെ ഇടിഞ്ഞ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും മുകളിലേക്ക് തന്നെ ഉയരുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി കാലങ്ങൾക്കനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി ഹെൻറി ഫോർഡ് കൃത്യമായിട്ട് ബോധവാനാവുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തേക്ക് പടർന്ന് പന്തലിച്ച് ഫോർഡ് കമ്പനി വലിയൊരു കമ്പനിയായി മാറി. തൻ്റെ കമ്പനിയുടെ വിജയങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പക്ഷേ ഒരു ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തേടിയെത്തുന്നുണ്ട്. അത് അകാലത്തിൽ മരണപ്പെട്ട മകൻ്റെ വിയോഗമായിരുന്നു. വയറുമായി ബന്ധപ്പെട്ട ക്യാൻസർ അസുഖങ്ങളുമായി ഇദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെടുന്നുണ്ട്. എങ്കിലും 1947 ഹെൻറി ഫോർഡ് 83-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ തൻ്റെ കമ്പനി വളരെ വലിയൊരു വിജയമായത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു എന്നത് ചരിത്രമാണ്. ഞാൻ എന്തായാലും ഹെൻറി ഫോർഡിൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഹെൻറി ഫോർഡിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചും അവരുടെ ബുദ്ധിയെക്കുറിച്ചും അതുപോലെ ഈ കാർ കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചും കൂടുതൽ പറയാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നില്ല. അത്തരം വീഡിയോകൾ നമുക്കറിയാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറയുന്ന വീഡിയോസിലാണ് നമ്മൾ പറയാറുള്ളത്. അധികം വൈകാതെ അത്തരം കാര്യങ്ങളും പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്താണെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിദാരിദ്ര്യത്തിൽ ജനിച്ച് തൻ്റെ കഴിവ് കൊണ്ട് വളർന്നു വന്ന് ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാർ കമ്പനി സ്ഥാപിച്ച ഹെൻറി ഫോർഡ് എന്ന കർഷക ബാലനെ കുറിച്ചുള്ള യഥാർത്ഥ കഥയാണ്. ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഹെൻറി ഫോർഡിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇത്ര നേരം ഈ വീഡിയോ സസൂക്ഷ്മം വീക്ഷിച്ച നിങ്ങൾക്ക് മാത്രമായിരിക്കും അതിനുള്ള ഉത്തരം യഥാർത്ഥ രീതിയിൽ പറയാൻ സാധിക്കുക. അതൊരു പക്ഷേ വീഡിയോയുടെ കമൻറ്റ് വായിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും ഈ വീഡിയോ കാണാൻ വേണ്ടി അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.